രാജ്യത്തെ സർവ്വ മേഖലകളിലേക്കും കഴിഞ്ഞ ഏതാണ്ട് 100 കൊല്ലങ്ങൾ കൊണ്ട് പടർന്നു കയറിയിട്ടുള്ള ഒരു പ്രസ്ഥാനമാണ് RSS നേതൃത്വം കൊടുക്കുന്ന സംഘപരിവാറിൻ്റെ ഐഡിയോളജികളും അതുപോലെ തന്നെ ഏതാണ്ട് ഇന്ത്യയെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളും വലിയ തോതിലുള്ള പ്രകടനങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണെങ്കിൽ പോലും സമസ്ത മേഖലകളിലേക്കും ഈ ഹിന്ദുത്വ ഐഡിയോളജി പടർന്നു കയറിയിരിക്കുന്നു. അതിൻ്റെ പ്രകടമായിട്ടുള്ള പല ഉദാഹരണങ്ങളും നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ജസ്റ്റിസ് BR ഗവായ് എന്ന ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിന് നേരെ തന്നെ കോടതി മുറിയിൽ വെച്ച് തന്നെ 71 വയസ്സുകാരനായ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിൻ്റെ ഐഡിയോളജിയുടെ ഭാഗമായി ഷൂ എറിയുന്നത് നമ്മൾ കണ്ടത്. ഈ ഷൂ എറിയുന്നത് നമ്മൾ കണ്ടു എന്ന് മാത്രമല്ല, ഐഡിയോളജികൾ എത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് അരിച്ചിറങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രകടമായിട്ടുള്ള ഒരു ഉദാഹരണം അദ്ദേഹം ഇന്ന് പോലും പറയുന്നത് അദ്ദേഹത്തിന് ഇതിൽ യാതൊരു വിധത്തിലുള്ള കുറ്റബോധവുമില്ലെന്നും ദൈവം പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് എന്നുമൊക്കെയുള്ള ചില വാചകങ്ങളാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, സനാതന ധർമ്മത്തെ അപമാനിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ സഹിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഈ ഷൂ എറിയുന്നത് പോലും. അപ്പോൾ അതിനുശേഷം തന്നെ അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു ജഡ്ജിനോട് അങ്ങേ ഉദ്ദേശിച്ചിട്ടല്ല, ഇത് ഒരാൾക്ക് വേണ്ടി മാത്രമാണ്, ജസ്റ്റിസ് BR ഗവായിക്ക് വേണ്ടി മാത്രമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ടുള്ളൊരു വീഡിയോ ചെയ്യുകയും അതിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് മറ്റാരും പറയാത്ത ചില കാരണങ്ങൾ ഞാൻ നിങ്ങളോട് പറയുകയും ചെയ്തു. പക്ഷേ അവിടെ കൊണ്ടുപോലും അവസാനിക്കുന്നില്ല. BR ഗവായിയുടെ നിരവധി പ്രകോപനങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഉണ്ടായിട്ടുണ്ട്. ഈ പ്രകോപനങ്ങൾ എന്ന് ഞാൻ പറഞ്ഞത് ഇൻവേർട്ടഡ് കോമയിലാണ്, കാരണം മറ്റുള്ളവർക്ക് പ്രകോപനമായി തോന്നുന്ന കാര്യങ്ങളാണ്. പക്ഷേ ജസ്റ്റിസ് BR ഗവായ് ചെയ്തത് അദ്ദേഹം ചെയ്യേണ്ട സത്യസന്ധമായ ജോലിയാണ് എന്നുള്ളത് കൂടി പറയാതെ വയ്യ. അപ്പോൾ ആ പ്രകോപനങ്ങളിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പ്രകടമായിട്ടുള്ളൊരു ഉദാഹരണം നമ്മൾ കണ്ടിട്ടുള്ളത് ബാബറി മസ്ജിദ് തകർക്കപ്പെട്ടിട്ടുള്ള ഒരു വിധിയുമായി ചേർന്നാണ്. അന്ന് അയോധ്യയിൽ ക്ഷേത്രം പുനർനിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു വിധി ഉണ്ടാകുമ്പോൾ ആ വിധി അന്ന് ആദ്യമായി ഒരു ചരിത്രത്തിൽ വളരെ അപൂർവമായി ഏത് ജഡ്ജിയാണ് എഴുതത് എന്ന് പറഞ്ഞ് താഴെ ഒപ്പിടാതെ എല്ലാവരും കൂടി കളക്റ്റീവായിട്ടുള്ളൊരു ജഡ്ജ്മെൻറ്റ് എഴുതുകയും അത് ആരാണ് എഴുതിയത് എന്ന് ഇതേവരെ പുറത്തുവിടാതിരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുതന്നെ തെളിവുകളൊക്കെ, അതായത് നേരത്തെ തന്നെ അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്നു എന്നും അത് പൊളിച്ചതിന് തെളിവുകളൊന്നും കണ്ടെത്തിയിട്ടില്ലെന്നും, പക്ഷെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പോലും അവിടെ താൽക്കാലികമായ ഒരു അമിക്കബിൾ സെറ്റിൽമെൻ്റ് എന്നുള്ള രീതിയിൽ അയോധ്യയിൽ ക്ഷേത്രം നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും അതുപോലെ മുസ്ലിം പള്ളി നിർമ്മിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു 500 കോടി കൊടുക്കുകയുമാണ് ചെയ്തത്. 500 ഏക്കർ സ്ഥലം കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ആ വിധിയുമായി ബന്ധപ്പെട്ട് 1050 പേജുള്ള ഒരു വിധിയാണ്. ആ വിധിയുമായി ബന്ധപ്പെട്ട് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലും ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവിൽ രാജ്ദീപ് സർദേശായി DY ചന്ദ്രചൂഡ് എന്ന് പറയുന്ന അന്നത്തെ ചീഫ് ജസ്റ്റിസിനോട് ഇത് അങ്ങെഴുതിയതാണോ എന്ന് ചോദിച്ചിരുന്നു. അപ്പം ഞാൻ എൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി കീപ്പ് ചെയ്യും, അത് ഞാൻ പറയുന്നില്ല ആരാണ് എഴുതിയത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. എന്ന് പറഞ്ഞാൽ ഇപ്പോഴും നമുക്കറിയില്ല ആരാണ് ആ വിധി എഴുതിയെന്ന്. എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ളൊരു വിധി എഴുതേണ്ടി വന്ന ഒരു സാഹചര്യം ഇന്ത്യയിൽ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ലെങ്കിൽ അതിൽ ജഡ്ജിമാരുടെയൊക്കെ പേരുകൾ വെക്കുന്നതിന് പറ്റി പോലും അപകടമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാതിരിക്കലോ ഒക്കെ നമ്മൾ ആദ്യമായി കാണുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ആ സമയം മുതൽ ഏതാണ്ട് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഒരു ഹിന്ദുത്വ ഐഡിയോളജികളുടെ മേൽക്കൈ കൊണ്ട് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഇത്തരത്തിലുള്ള ഒരു അസഹിഷ്ണുത ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന Z+ കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയോട് പോലും കാണിച്ചിട്ടുള്ളത്. പക്ഷേ ചീഫ് ജസ്റ്റിസ് ആ കാര്യത്തിൽ വലിയ ഉയർന്ന നിലപാടാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ പറഞ്ഞു വിടൂ എന്നുള്ളതാണ്. കൂടാതെ എറിഞ്ഞ ഷൂ പോലും അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ പറഞ്ഞു വിടുകയാണ് ചെയ്തിട്ടുള്ളത്. കേസെടുക്കും, പക്ഷേ അത് കൂടാതെ ബാർ കൗൺസിൽ അദ്ദേഹത്തിൻ്റെ അംഗത്വം റദ്ദാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന് വാദിക്കാനൊന്നും കഴിയില്ല. അല്ലെങ്കിലും അദ്ദേഹം അതൊക്കെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാവും. കാരണം 71 വയസ്സുള്ള മയൂർ വിഹാറിൽ ഡൽഹിയിൽ തന്നെ താമസിക്കുന്ന ഒരു വൃദ്ധനായിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ ഒരു അഡ്വക്കേറ്റായി ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ഇത്രയും കാലം ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ ജോലി ചെയ്തിരുന്ന, ലോ പഠിച്ചിട്ടുള്ള, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളുടെ അകത്തേക്ക് പോലും ഇത്തരത്തിലുള്ള വലിയ വിഭാഗീയതയും അസഹിഷ്ണുതയും ഒക്കെ എങ്ങനെയാണ് അരിച്ചിറങ്ങുന്നത് എന്ന് നമ്മളെ ഭയപ്പെടുത്തേണ്ട ഒരു കാര്യമാണ്. ഇനി ഞാൻ നമുക്കറിയാം, കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് ഒരു ജഡ്ജി തന്നെ വളരെ പ്രകോപനപരമായിട്ടുള്ള പല പ്രസംഗങ്ങളും നടത്തിയതറിയാം. ഞങ്ങളുടെ ഗീത നിങ്ങളുടെ ഖുറാൻ എന്ന് പറഞ്ഞ് പ്രസംഗം നടത്തുകയും അതുപോലെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ അവരുടെ കുട്ടികളൊക്കെ തന്നെ ഈ പറഞ്ഞ പോലെ ഹിംസ കണ്ടാണ് വളരുന്നത്, അതുകൊണ്ട് അവർ ക്രിമിനൽസ് ആകാനുള്ള സാധ്യതകളുണ്ട് എന്നൊക്കെയുള്ള പല പരാമർശങ്ങളുമൊക്കെ പച്ചയായി പറയാൻ കഴിയാവുന്ന ഒരു രാജ്യമായി കൂടി ഇന്ത്യ മാറിയിട്ടുണ്ട് എന്നുള്ളതും, അങ്ങനെ പറയുന്നവർക്ക് കയ്യടി കിട്ടുകയും അവർക്ക് വലിയ തോതിലുള്ള അനുമോദനങ്ങൾ കിട്ടുകയും ഹാരം കിട്ടുകയും പൂച്ചെണ്ട് കിട്ടുകയും ഒക്കെ ചെയ്യുന്ന ഒരു രാജ്യമായി മാറുകയും
അതിനെയൊക്കെ എതിർക്കാത്ത ഒരു നിലയിലേക്ക് നമ്മുടെ ജുഡീഷ്യറികളുമൊക്കെ ഏതാണ്ട് വളർന്നിരിക്കുന്നു എന്ന് പറയുന്ന അപകടകരമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷനിൽ നിന്നും മാറിക്കൊണ്ട് ഇവിടെ നമുക്കെല്ലാം അറിയുന്നത് പോലെ ഈ പറയുന്ന ജസ്റ്റിസ് BR ഗവായിയുടെ പ്രകോപനങ്ങൾക്ക് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. ആ കാരണങ്ങളിൽ ഒന്നും ഞാൻ നിങ്ങളോട് വ്യക്തമായി പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു, സെപ്റ്റംബർ 16, 2025 മധ്യപ്രദേശിലെ യുനെസ്കോയിലെ സൈറ്റ് യുനെസ്കോ ലോക പൈതൃക കേന്ദ്രമായി അംഗീകരിച്ചിട്ടുള്ള ഖജുരാഹോയിലെ ഒരു ശില്പം, അതിലെ ഒരു പ്രതിമ എന്ന് പറയുന്നത് 7 അടി പൊക്കമുള്ള വിഷ്ണുവിൻ്റെ പ്രതിമയാണ്. അതിൽ തലയില്ല, അത് മുഗളന്മാരുടെ കാലത്ത് തകർക്കപ്പെട്ടതാണെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈ പറയുന്ന ഒരു പ്ലീയുമായിട്ട്, ഒരു പബ്ലിക് ലിറ്റിഗേഷൻ ഇൻട്രസ്റ്റുമായിട്ട്, ഒരു പൊതുജന താല്പര്യമുള്ള ഹർജിയുമായിട്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നു, കോടതിയിലേക്ക് എത്തുന്നു. പക്ഷേ കോടതി അത് റിജക്റ്റ് ചെയ്യുന്നു. റിജക്റ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. കാരണം നിങ്ങൾ വിഷ്ണു ഭക്തനല്ലേ, നിങ്ങളതുകൊണ്ട് വിഷ്ണുവിനോട് തന്നെ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു, വിടുന്നു. കൂടാതെ ഇത് ഞങ്ങൾ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ സൈറ്റാണ്, അതുകൊണ്ട് ഞങ്ങൾക്കിതിൽ ഇടപെടാൻ കഴിയില്ല, ഇതൊരു പബ്ലിസിറ്റിക്ക് വേണ്ടി മാത്രമുള്ള ലിറ്റിഗേഷൻ ആണെന്ന് പറയുന്നു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു, പറഞ്ഞു വിടുന്നു. അത് പിന്നീട് നമുക്കറിയാം അർണബ് ഗോസ്വാമിയെ പോലെയുള്ള ആളുകൾ വലിയ ചർച്ചയാക്കുകയും CNN, News 18 പോലെയുള്ള ചാനലുകളൊക്കെ തന്നെ അത് വലിയ ചർച്ചയാക്കുകയും ചെയ്തു എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പോൾ അത്തരത്തിൽ സോഷ്യൽ മീഡിയയിലും സാറ്റലൈറ്റ് ചാനലുകളിലുമൊക്കെ തന്നെ ഇതിനെതിരെയുള്ള വലിയ വിദ്വേഷം ഉണ്ടാവുകയും ഇദ്ദേഹം അപ്പോളജി ചെയ്യണം, ഇദ്ദേഹം മാപ്പ് പറയണമെന്നൊക്കെ ആവശ്യപ്പെടുകയും ഏതാണ്ട് ഈ വിധി ഉണ്ടായി. ഏതാണ്ട് സെപ്റ്റംബർ 18-ാം തീയതി 2 ദിവസം കഴിയുമ്പോൾ തന്നെ ജസ്റ്റിസ് BR ഗവായി തന്നെ ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ചില്ല, കാരണം ഞാൻ എല്ലാ മതങ്ങളെയും ആദരിക്കുന്ന ഒരാളാണെന്ന് പറയുകയും ഇന്ത്യയുടെ സോളിസിറ്റർ ജനറൽ ആയിട്ടുള്ള തുഷാർ മേത്ത തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എനിക്കറിയാം, അദ്ദേഹം അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറയുകയും കപിൽ സിബൽ അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഇത്തരത്തിലുള്ള ചില പരാമർശങ്ങളൊക്കെ നടത്തുകയും ചെയ്തു. അങ്ങനെ ചെയ്തുകൊണ്ട് അദ്ദേഹം അവസാനിച്ചു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷേ അതിനുശേഷം ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതാണ്ട് ഒരു 1.5 മാസം മുമ്പ് 2 മാസം മുമ്പ് വളരെ പ്രധാനപ്പെട്ടൊരു വിധി കൂടി അദ്ദേഹം പുറപ്പെടുവിച്ചു. ആ വിധിയുടെ കാര്യമെന്ന് പറയുന്നത് സുപ്രീം കോടതിയിൽ ഇതുവരെ ഇല്ലാതിരുന്ന റിസർവേഷൻ OBCകൾക്കും അതുപോലെ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബിനും വേണ്ടി വെച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ തന്നെ നിങ്ങളോട് പറഞ്ഞതാണ്, 2577 വരുന്ന സ്റ്റാഫുകളിൽ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ബാധകമാകുന്ന, ജുഡീഷ്യൽ സ്റ്റാഫുകൾ ഒഴികെ ബാക്കി എല്ലാവർക്കും തന്നെ ബാധകമാകുന്ന രീതിയിൽ അത്തരത്തിൽ നിയമം പരിഷ്കരിക്കുകയും അദ്ദേഹം അത് വേണമെങ്കിൽ ഇടക്കാലങ്ങളിൽ എവിടെയെങ്കിലും വെച്ച് പുനഃപരിശോധിക്കാം എന്ന് പറയുകയും ഒക്കെ ചെയ്തു. എന്ന് പറഞ്ഞാൽ അതിൽ 1000-1200 പേരെങ്കിലും 250 പേരെങ്കിലും ഏറ്റവും കുറഞ്ഞ പക്ഷം ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബും അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റികളിലും ആയി വരാനുള്ള ഒരു സാഹചര്യം അദ്ദേഹം ഒരുക്കി എന്നുള്ളതാണ്. ആദ്യം അദ്ദേഹം SC/STകൾക്ക് വേണ്ടിയുള്ള റിസർവേഷനും പിന്നീട് അദ്ദേഹം OBCകൾക്ക് വേണ്ടിയുള്ള റിസർവേഷനുമുള്ള ഈ പറയുന്ന ഉത്തരവിൽ ഒപ്പിട്ടു. അപ്പോൾ അത് തന്നെ ഇവർക്ക് വലിയ തോതിൽ അനിഷ്ടമുണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഇതിനേക്കാൾ മുമ്പ് തന്നെ ഇദ്ദേഹത്തോട് ചില അനിഷ്ടം ഇത്തരത്തിലുള്ള സവർണ വരേണ്യ ബോധക്കാർക്ക് ഉണ്ടാക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം, ഇദ്ദേഹത്തിൻ്റെ പിതാവ് 1956 നാഗ്പൂരിൽ നടന്നിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ചിട്ട് അംബേദ്കറിനോടൊപ്പം ബുദ്ധമതം സ്വീകരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊക്കെ തന്നെ പലപ്പോഴും ഇത്തരക്കാർക്ക് വലിയ സഹിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അവർ വലിയൊരു തോതിൽ അംബേദ്കറായിട്ടാണ്, അദ്ദേഹം അംബേദ്കറിൻ്റെ ആശയങ്ങൾ പിന്തുടരുന്ന ഒരാളാണ്. പിന്നെ ഇതുകൂടാതെ അദ്ദേഹം മറ്റ് ചില പ്രകോപനങ്ങൾ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്, കാരണം ബാക്കിയുള്ളതെല്ലാം ഞാൻ മറ്റു വീഡിയോകളിൽ പറഞ്ഞതാണ്. ഒക്ടോബർ 3, 2025 ബുൾഡോസർ രാജിനെ കുറിച്ച് അദ്ദേഹം ഒരു ഉത്തരവിറക്കിയതിൽ ആ ഉത്തരവിറക്കുകയും ആ ബുൾഡോസർ രാജ് നടക്കില്ല എന്നും അത് അങ്ങേറ്റ തെറ്റാണെന്ന് പറഞ്ഞൊരു ഉത്തരവിറക്കുകയും ഉത്തർപ്രദേശിനെ കുറിച്ച് ആ ഉത്തരവിറക്കിയതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്ന് പറഞ്ഞ് വീണ്ടും അത് അദ്ദേഹം ഓർമ്മപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ് അടുത്തൊരു പ്രകോപനമെങ്കിൽ. പിന്നീടുള്ളത് ജൂൺ 4, 2025 അദ്ദേഹം മറ്റൊരു പ്രസ്താവന നടത്തുകയുണ്ടായി. ആ പ്രസ്താവന നടത്തിയത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗത്തിലാണ്. അത് UK നടന്നിട്ടുള്ള ബ്രിട്ടീഷിൽ നടന്നിട്ടുള്ള ഈ ബ്രിട്ടീഷ് സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ള ഒരു പ്രസംഗത്തിൽ വെച്ചിട്ട്, ഒരു ചടങ്ങിൽ വെച്ച് അദ്ദേഹം സംസാരിക്കുമ്പോൾ ജഡ്ജിമാർ വിരമിച്ചതിന് ശേഷം സ്ഥാനമാനങ്ങൾ സ്വീകരിക്കുന്നത് അവർ നേരത്തെ നടത്തിയിട്ടുള്ള വിധികളിൽ തന്നെ സംശയമുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പ്രസ്താവന നടത്തി. എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ വിരമിച്ചതിന് ശേഷം അങ്ങനെ മറ്റു പല സ്ഥാനമാനങ്ങൾ ഏതെങ്കിലും രാഷ്ട്രീയക്കാരുടെ നിന്ന് മേടിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രസ്താവന അദ്ദേഹം നടത്തുകയും അത് ഗ്ലോബലി തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ഇൻ്റർനാഷണൽ മാധ്യമങ്ങളടക്കം വലിയ തോതിൽ പ്രശംസ പിടിച്ചു പറ്റുന്ന രീതിയിലുള്ള ഒരു കമൻറ്റായി മാറുകയും ഒക്കെ ചെയ്തു. ഇത് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നമ്മളിവിടെ നിന്ന് വിരമിച്ചിട്ടുള്ള ജഡ്ജിമാർ, ഇപ്പോൾ അവരുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, അത്തരത്തിലുള്ള പല ജഡ്ജിമാരൊക്കെ തന്നെ ഇപ്പോൾ പല പോസ്റ്റുകളിലിരിക്കുന്നു. രാജ്യസഭയിൽ മെമ്പറായിട്ടുണ്ട്, അതുപോലെ അത് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായിട്ടുണ്ട്. ഇങ്ങനെ പല പല ഗവൺമെൻറ് നൽകുന്ന പല പോസ്റ്റുകളിൽ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണ്. DY ചന്ദ്രചൂഡ് അടക്കമുള്ള ആളുകൾ ചിലപ്പോൾ BJP നൽകുന്ന ഏതെങ്കിലും സ്ഥാനങ്ങൾ ഏറ്റെടുക്കും എന്ന് കേട്ടിരുന്ന ഒരു സമയത്താണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് മായി നമ്മുടെ ജസ്റ്റിസ് BR ഗവായി വരുന്നത്.
ഇതും നമ്മളെ ഭരിക്കുന്നവർക്കോ അല്ലെങ്കിൽ BJP-ക്കാർക്കോ ഒന്നും വലിയ തോതിൽ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഇദ്ദേഹം ബീഹാറിൻ്റെ SIR-മായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് പറഞ്ഞ് നിരവധി ആളുകളെ ഒഴിവാക്കുന്ന കേസുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു പരാമർശം എന്ന് പറയുന്നത്, ഭരണ സംവിധാനം അവരുടെ ചുമതലകൾ നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ ഞങ്ങൾ നോക്കി നിൽക്കുന്നില്ല എന്നും ഞങ്ങൾ ഇടപെടുമെന്നും പറഞ്ഞുകൊണ്ടാണ് ബീഹാറിലെ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ അടക്കം കോടതികൾ ഈ ആധാർ കാർഡ് അടക്കം നിങ്ങൾ എന്തുകൊണ്ട് പരിഗണിക്കുന്നില്ല എന്ന് ചോദിച്ചുകൊണ്ടുള്ള നിരവധി വിധികളുണ്ടായിട്ടുള്ളത്. കൂടാതെ ഇദ്ദേഹം ചോദിച്ചിട്ടുള്ള നിരവധി കാര്യങ്ങളുണ്ട്. ഇദ്ദേഹത്തിൻ്റെ അടക്കം ബെഞ്ച് സുപ്രീം കോടതി ചോദിച്ച കാര്യങ്ങളെന്ന് പറയുന്നത്, ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷനിൽ നിങ്ങൾക്ക് പൗരത്വം പരിശോധിക്കാൻ അധികാരമില്ലെന്നും പൗരത്വം പരിശോധിക്കുന്നത് മറ്റ് രാജ്യമാണെന്നും നിങ്ങൾ ഈ പറഞ്ഞ പോലെ വോട്ടവകാശം മാത്രമാണ് പരിശോധിക്കേണ്ടതും, കൂടാതെ നിങ്ങൾ ഈ ആധാർ ഒരു അവസാനത്തെ രേഖയല്ല പൗരത്വം ഉണ്ടാക്കുന്നതിൽ വോട്ടെടുക്കുന്നതിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്ന 11 എണ്ണത്തിൽ ഏതാണ് പിന്നെ അവസാനത്തെ രേഖ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ കൃത്യമായി ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ തന്നെ മുൾമുലയിൽ നിർത്തുകയും ഏറ്റവും ഒടുവിൽ ആധാർ അംഗീകരിക്കാൻ ആവശ്യപ്പെടുകയും ചെയ്തു എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഇത്തരത്തിലുള്ള നിരവധി വിധികൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇതിനെല്ലാത്തിനും ഒടുവിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒക്ടോബർ 5, 2025 ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയുടെ അമ്മയായിട്ടുള്ള അവർ മഹാരാഷ്ട്രയിൽ അമരാവതിയിൽ ഒരു വിജയദശമി ദിനവുമായി ബന്ധപ്പെട്ട്, അതായത് RSSൻ്റെ 100ാം വാർഷിക ദിനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിയിൽ പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ക്ഷണിക്കുകയും, പക്ഷേ കമൽതായ് ഗവായ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അമ്മ ഞാൻ പങ്കെടുക്കുന്നില്ല എന്ന് പറയുക മാത്രമല്ല, പകരം ഞാനൊരു അംബേദ്കറൈറ്റ് ആണെന്നും അംബേദ്കറുടെ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരാളാണെന്നും ഒക്കെ തന്നെ പറഞ്ഞിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ ഇദ്ദേഹത്തെ ഇനിയും സഹിക്കാൻ കഴിയില്ല എന്നും, ഇദ്ദേഹം നേരത്തെ പറഞ്ഞതുപോലെ വലിയ തോതിൽ സംവരണം ആളുകൾക്ക് കൊടുക്കണമെന്ന അഭിപ്രായമുള്ള ഒരാളാണെന്നും, ഇദ്ദേഹം സുപ്രീം കോടതി ജഡ്ജിയായി ഇരുന്നാൽ നമുക്ക് വലിയ തോതിൽ കുഴപ്പമുണ്ടാകുമെന്നും ഒക്കെ അറിയുന്ന ഒരാളുകൾ സനാതന ധർമ്മത്തെയും മൂല്യത്തെയും ഒക്കെ ഉയർത്തിപ്പിടിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ ഉറപ്പായിട്ടും അങ്ങനെയെങ്കിൽ ഇദ്ദേഹത്തെ അപമാനിച്ചെങ്കിലും പുറത്തേക്ക് അയക്കാൻ പറ്റുമോ എന്നുള്ള ഒരു പരിശ്രമം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇത് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിൻ്റെ Z കാറ്റഗറി സെക്യൂരിറ്റി ഉള്ള ഒരുപാട് പ്രിവിലേജുകളുള്ള ജസ്റ്റിസ് BR ഗവായ് എന്ന് പറയുന്ന ഒരു ഇന്ത്യയുടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനോടുള്ള അസഹിഷ്ണുത എത്രത്തോളം വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കേണ്ട കാര്യമാണ്. ഈ സനാതന ധർമ്മത്തെക്കുറിച്ചൊക്കെ തന്നെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ തന്നെ നിരവധി ആളുകൾ ശ്രീനാരായണ ഗുരു പോലും സനാതന ധർമ്മത്തെക്കുറിച്ച് പോലും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അത് വലിയ കാര്യമാണ് എന്നൊക്കെ അവതരിപ്പിക്കുമ്പോൾ ഇവരുദ്ദേശിക്കുന്ന സനാതന ധർമ്മം എന്ന് പറയുന്നത് മനുസ്മൃതിയിലൊക്കെ എഴുതി വെച്ചിട്ടുള്ള ജാതി വർണ്ണ ഈ പറഞ്ഞ പോലെ വ്യത്യാസങ്ങളോടുകൂടി ഒരു സമൂഹത്തെയാണ് ഇവർ പ്രതിനിധാനം ചെയ്യുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അത്തരത്തിലുള്ള ജാതി മത വർണ്ണ വ്യവസ്ഥകൾ അങ്ങനെ തന്നെ നിലനിൽക്കണമെന്നും, ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ പറഞ്ഞ പോലെ ഏതാണ്ട് 3%, 4% മാത്രം വരുന്ന ബ്രാഹ്മണരായിട്ടുള്ള ആളുകൾ അവരുടെ മേൽക്കൈ നിലനിർത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥ ശത്രുക്കളായി അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പറയുന്ന താഴ്ന്ന ജാതിക്കാരായിട്ടുള്ള SC ഷെഡ്യൂൾഡ് കാസ്റ്റ് ഷെഡ്യൂൾഡ് ട്രൈബായിട്ടുള്ള പട്ടികജാതിക്കാരനായിട്ടുള്ള ആളുകളെയാണ് എന്നുള്ളത് നിങ്ങൾ കാണണം. പട്ടികജാതിക്കാരനായിട്ടുള്ള ഇന്ത്യയുടെ 2ാമത്തെ ചീഫ് ജസ്റ്റിസാണ് KG ബാലകൃഷ്ണൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജസ്റ്റിസ് BR ഗവായ് എന്ന് പറയുന്നത് അദ്ദേഹം ബുദ്ധമതത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഇപ്പോൾ നിങ്ങളൊരു മറ്റൊരു കാര്യം കൂടി പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്, കേന്ദ്ര ഗവൺമെൻറ് അത് സംബന്ധിച്ച് ഞാൻ മറ്റൊരു വീഡിയോ കൂടി ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഭരിക്കുന്ന BJPയും ഒക്കെ തന്നെ മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രുക്കളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പലപ്പോഴും ഹിന്ദു ഐക്യം എന്ന് പറയുന്ന രൂപപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ആ ഹിന്ദു ഐക്യം രൂപപ്പെടുത്താൻ ശ്രമിക്കുന്ന ആളുകൾ തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെയും ഇന്ത്യയിലെയും ഒക്കെ നിരവധി പട്ടികജാതി പട്ടികവർഗ ആളുകൾക്ക് കിട്ടിക്കൊണ്ടിരുന്ന സ്കോളർഷിപ്പുകളടക്കം OBCയുടെ സ്കോളർഷിപ്പുകളടക്കം ഇത് 99% വെട്ടിക്കുറക്കുകയാണ് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ചെയ്തത് എന്ന് നിങ്ങൾ അറിയുമ്പോൾ വളരെ കൃത്യമായി നമ്മൾ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഈ പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ അതർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസ് ഒന്നും ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന ബ്രാഹ്മണരുടെ ഒപ്പം എത്തണമെന്ന് ഇവർക്ക് ആഗ്രഹമില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ളൊരു ചീഫ് ജസ്റ്റിസ് നമ്മൾ എല്ലാ തരത്തിലും അതീശത്വം പ്രാപിച്ചിരിക്കുന്ന ഒരു രാജ്യത്ത് തുടരുന്നത് പോലും ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഈ പറയുന്ന സനാതന ധർമ്മത്തെ അപമാനിക്കുന്നവരെ സഹിക്കാൻ കഴിയില്ല എന്നൊരു മുദ്രാവാക്യം സുപ്രീം കോടതിയുടെ അകത്തളങ്ങളിൽ തന്നെ വരുന്നത്.
ഇത് യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ മുഖത്തേക്ക് എറിഞ്ഞ ഒരു ഷൂ ആയി തന്നെ നിങ്ങൾ ഓരോരുത്തരും കണക്ക് കൂട്ടേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനെതിരെയുള്ള പ്രതിഷേധങ്ങൾ ഇതിൻ്റെ താഴെയുള്ള കമൻറ്റുകളായെങ്കിലും ഉയരേണ്ടതുണ്ട്. അങ്ങനെ ഉയർന്ന ഒരു ജനത കാണിച്ചത് കഴിഞ്ഞത് ഉത്തർപ്രദേശിലാണ്. ആ ഉത്തർപ്രദേശിലും നോർത്ത് ഇന്ത്യയിലും കാണിച്ച ഉയർന്ന ബോധം കേരളത്തിലുമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കൂടി കാണിക്കുമ്പോൾ മാത്രമേ ഇത്തരം പ്രവണതകളെ നമുക്ക് ചെറുത്ത് നിൽക്കാൻ കഴിയൂ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഇത്ര വിശദമായിട്ടുള്ളൊരു വീഡിയോ ഈ കാര്യത്തിൽ വീണ്ടും ചെയ്തത്.